നിൽക്കുന്ന രഞ്ജിത്ത് നമ്മളോട് പ്രതികരിക്കുകയാണ്. വേളം വെക്കൽ എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഏകദേശം ഒരു ക്ലാരിറ്റി ഇതിൽ ഉണ്ടാക്കിയിരിക്കും. എനിക്ക് ലാൻഡിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തന്നെ പറയുകയാണ്, ഇതിപ്പോൾ ലാൻഡിൽ മണ്ണ് നീക്കിയുള്ള ലാൻഡെന്ന് കരഭാഗം ഉദ്ദേശിക്കുന്ന പുഴയുടെ കിടക്കുന്ന മണ്ണ് അത് കരഭാഗം തന്നെയാണ്. ഞാൻ വന്നപ്പോൾ പറഞ്ഞ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന്. അത് പൂർണ്ണമായിട്ട് പരിശോധന നടന്നിട്ടില്ല. ഇപ്പുറത്തെ വശം 80% മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത്. ആർക്ക് വേണേൽ കയറി നോക്കാം. ഇപ്പം സംശയം ഉണ്ടെങ്കിൽ റവന്യൂ മിനിസ്റ്ററിനെ ആരും കുറ്റപ്പെടുത്താണെന്നില്ല. സംശയമുള്ളത് കൂടെ കയറി നോക്കാം. വേണമെങ്കിൽ കയറിയിട്ട് വീഡിയോ ഇപ്പോൾ അയച്ചു തരാം. ഇപ്പോൾ പെർമിഷൻ വീട് തന്നിട്ടുണ്ട് കയറി കളയാം. എനിക്ക് വേണ്ടത് ഇനി വെച്ചാൽ ഹൈ ഡ്രില്ലിംഗ്, ബോർവെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെർട്ടിക്കലാണെങ്കിൽ ഒരു സാധനമുണ്ട്. ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൽ തട്ടും. നല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങാതെ ഇതൊക്കെ നമ്മൾ ഈ ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ല. കുറ്റപ്പെടുത്താം, ആർക്കാണ് കുറ്റപ്പെടുത്താം, വന്നൊന്നും ചെയ്യാം. ഞങ്ങൾ സിവിലിയനാണ്. ഫോഴ്സ് ഒന്നും ചെയ്ത കണ്ടല്ലോ, ആരും കുറ്റപ്പെടുത്തുമല്ല. എന്തുമാത്രം ഉണ്ടെന്നത് എന്നാലും മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായ ദിശയിൽ തന്നെ പോകുന്നത്. എന്തുകൊണ്ട് 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ 8-ാം ദിവസം എന്തോ നേവി ഒരു പാട്ട് പോലും എടുക്കുന്നില്ല, ഇതിന് എടുക്കുന്നില്ല. ഈ മണ്ണിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു 90% എബോ കൂടുതലാണ്. കാര്യം പറയാം, എനിക്ക് ആ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ട് തന്നിട്ടില്ല. റഡാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിലെ കളിപ്പാട്ടം കൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ കാണുന്നതാണത്. അവിടെ ഇവർ ഐഡന്റിഫൈ സാധനം ഈ റോക്ക് അവിടെ നമ്മൾ ഡ്രില്ല് ചെയ്ത് എല്ലാം അടിവരെ മാന്തിയിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത സാധനം നമ്മളെല്ലാം മാർക്ക് ചെയ്ത് അവർ മാർക്ക് ചെയ്താണ്. ആ വീഡിയോ കയ്യിലുണ്ട്. മാർക്ക് ചെയ്ത് ആരൊക്കെയാണെന്ന് വീഡിയോ കയ്യിലുണ്ട്. എനിക്ക് അതിൻ്റെ ഇറങ്ങി മൊത്തം പരിശോധിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒരു മാനുവൽ ചെയ്യുന്ന ആളാണ്. ഈ ഞാൻ പറഞ്ഞ ലാൻഡ് ഭാഗം കരഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം എന്തുകൊണ്ട് പോയി ഇത് മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിങ് ചെയ്ത് സയൻറ്റിഫിക്കായിട്ട് കിട്ടിയിട്ടില്ല. വേറെ ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് 2 പ്രാവശ്യം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നുണ്ട്, അന്നോട്ടാ പറയുന്നുണ്ട്. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇത്രയും വലിയ ഒരു ഹെവി ട്രക്ക് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടത് സോണാറിലെ മറ്റേ എന്തെങ്കിലും ഇതിൽ കിട്ടാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കടൽ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തുമ്പോൾ സുഖമായിട്ട് കിട്ടും. നമ്മൾ ഇതിനേക്കാൾ ബോഡിയാണ് മത്സ്യത്തൊഴിലാളി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒരു ഇതാണ് നമ്മൾ അത്രയധികം പാടുപെടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, രാവിലെ എണിച്ച് പോകുന്ന മഴ കൊള്ളുന്നുണ്ട്. പരിമിതി അറിയാമല്ലോ, വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്നുണ്ട്. ഓരോ ബക്കറ്റ് കോരുമ്പോഴത്തേക്കും എന്തെങ്കിലും മറ്റുള്ള ഭാഗം ഉണ്ടോന്നല്ല NDRF ആർമി നിൽക്കാൻ കൂടുതൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാനും കൃഷ്ണദാസും വേറെ NDRFിൻ്റെ ഓഫീസിലെ വേറെ ആളും കൂടെയാണ് നിൽക്കുന്നത്. നിങ്ങളവിടെ കാണുന്നുണ്ട്, കണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ അവിടെ നിന്ന് വേറെ സെൽഫ് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ആ സമയമൊന്നുമില്ല. പിന്നെ ഇന്നെനിക്ക് വേണ്ടത് ഒരു ബോറിംഗ് മെഷീനാണ്. എങ്ങനെ ബോറിംഗ് മെഷീൻ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡ്രില്ല് ചെയ്യാനുള്ള സാധനമുണ്ട്. വെർട്ടിക്കൽ മോളിൽ നിന്ന് നമുക്ക് എത്ര ദൂരം വേണം താഴെപ്പം ഈ കരഭാഗം അങ്ങ് വരെ കൊണ്ടുപോയി ആ ബാങ്ക് ഷോറെല്ലാം ഈ കരഭാഗത്ത്, അതായത് പുഴയുടെ വശത്ത് ചേർന്ന് നടക്കുന്ന കരഭാഗം പോലും ഇതിൻ്റെ തട്ടലുണ്ടെങ്കിൽ മെറ്റൽ തട്ടുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പറ്റും. പാറ തുറന്ന് മാക്സിമം പോകാൻ പറ്റും. എത്ര ഡീപ്പായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ മെഷീൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിമിതം അറിയാം, ഇൻ്റർഫിയറൻസ് ഉണ്ട്. ആരെയും വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല. വലിയ ബക്കറ്റ് വേണം, കോരി മാറ്റാൻ വേണം. അത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം. ഞാൻ 5-ാം ദിവസം 3 മണിക്കാണ് അവിടെ എത്തുന്നത്. അറിയാം, വന്നപ്പോൾ തടഞ്ഞ് കളക്ടറുടെ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് SPയെ കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ്. 5-ാം ദിവസമാണ് എത്തുന്നത്. ഇവരെല്ലാം മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വ്യക്തമായി ചിത്രം ആ സമയത്ത് വീഡിയോ പോലും തരുന്നില്ല. എന്താണ് അതിൻ്റെ തടഞ്ഞത്, എന്ത് മണ്ണാണ് കോരി ഇട്ടെന്നോ എനിക്ക് അറിയത്തില്ല. എന്തുമാത്രം മണ്ണാണ് കോരി ഇട്ടെന്നുള്ളത് എപ്പോഴും ഇടപെടൽ നടക്കുന്നു. നമ്മൾ ക്ഷമയെ കരുതി അങ്ങ് നിൽക്കുകയാണ്. മാക്സിമം ക്ഷമിച്ച് നിൽക്കുന്നതാണ്. എനിക്ക് വേറെ ഒന്നുമില്ല. അവന്മാർ വേറെ ഒന്ന് ചെയ്യോ പിടിക്കോ, എനിക്ക് വേണ്ട ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാം. അല്ല ഇവിടെ ഈ കയറി ഇടിക്കാൻ പോകുന്ന ഫോറസ്റ്റിൻ്റെ ലാൻഡോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സൊന്നും അല്ല തറക്കുന്നത്. ജസ്റ്റ് ഒരു ആ സംഭവം നടന്ന റോഡ് സൈഡ് തന്നെയുള്ള ഇത് ഡബ്ല്യു സ്ഥലം മാറ്റുന്നത്. ഇവർ പറഞ്ഞാൽ ചുമ്മാ എന്ത് മണ്ണ് മാറ്റി അങ്ങനെ പോകാൻ പറ്റത്തില്ല. ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. നമുക്ക് ക്ലിയർ ഔട്ടായിട്ട് തന്നെ കാര്യം ചെയ്തു പോകണം. ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയൽ പ്രകാരം ഇത് ബോറിംഗ് മെഷീൻ വെച്ച് കംപ്ലീറ്റ് ആ ബോറിംഗ് മെഷീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ പിന്നെ നദീ തീരത്തോളം എല്ലാം കംപ്ലീറ്റ് ഔട്ടാൻ പറ്റും. ഉറപ്പാണ്. കാരണം ഫാസ്റ്റായിട്ട് ഡ്രില്ല് ചെയ്യും. നല്ല ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ അപ്പോൾ ഓപ്പറേറ്ററിൻ്റെ കൂടെ ഞാൻ നിൽക്കും. ഓപ്പറേറ്ററാണെങ്കിൽ മെറ്റിൽ തട്ടുന്ന ലോറി അവിടെ അത്രയും വലിയ എന്തായാലും മെറ്റിലേക്ക് തട്ടും. അല്ലെങ്കിൽ ഇത് മറ്റേ വുഡ് ലോഗൺ തട്ടും. അതിൽ വുഡ് ലോഗാൻ കറക്റ്റ് മണം കിട്ടും. തീർച്ചയായിട്ടും ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് കോപ്പറേഷൻ കിട്ടുന്നില്ല. ഞാൻ ഒരു സിവിലിയനാണ്. എനിക്ക് ഓർഡർ കവർ ഇതില്ല. ഞാൻ NDRF കമാൻഡർ അല്ല, ആർമി കമാൻഡർ അല്ല. എനിക്ക് പരിമിതി. എന്നാൽ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാനത് കുറ്റപ്പെടുന്ന കുറേ കുറ്റപ്പെടുന്നു മലയാളത്തിൽ, ഈ മലയാളികളായിട്ടുള്ളത്. അവർക്ക് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും തോന്നുന്നു. ആഷ്മിച്ചാണ് തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്നത്. ഈ കുറ്റപ്പെടുന്ന പലരും കിടന്ന് കുറ്റപ്പെടുന്നത് കിടന്ന് മരിക്കുകയാണ്. തൊണ്ട ഇടറി നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്ന. മനാഫ്ര ചെയ്തതിൻ്റെ പിന്നെ അർജുൻ്റെ കുടുംബത്തെ അറിയാം. അവരുടെ പ്രദേശമുണ്ട്. നമ്മൾ അവർ ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഈ പോലീസിന് ഇൻ്റർഫിയറൻസ് ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള മിഷൻസ് ഇതുവരെ വിട്ട് തന്നിട്ടില്ല. എനിക്ക് വരും ഇപ്പം ഒരു 4 എച്ചാച്ചി വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 2 പോവും. വീണ്ടും തൊണ്ട അല്ലറി പറയുമ്പോഴത്തേക്ക് 2 വരും. പിന്നെ വീണ്ടും 1 പോവും. പണി ഫാസ്റ്റ് നടക്കുന്നില്ല. 1 മണിക്കൂറിൽ പോലീസ് തടസ്സപ്പെടുത്തി. അത് ഒരു കോംപ്രമൈസ് ആക്കിയത് പോട്ടത്. ഞാൻ മാക്സിമം താഴാം. എനിക്ക് വേറെ കോപ്പമൊന്നും വേണ്ട. പല രീതിയിലുള്ള പ്രലോഭനം അല്ലാതെ ഇവിടുന്ന് മാറ്റാൻ വരുന്നുണ്ട്. അത് എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. എന്താണെന്നുള്ളത് പിന്നെ പറഞ്ഞു. ഏതോ സംതിങ് ഹൈഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതും വൈകിട്ടത്തെ ക്ലിയർ ആക്കും. അത്
ഫൈറ്റ് ക്ലിയർ ആക്കും. ഒന്നും ഊഹാപ്പോഹത്തിൻ്റെ പേര് പറയാനല്ല, കൃത്യമായ എവിഡൻസോടെ പറയത്തുള്ളൂ. എനിക്ക് വേണ്ടത് ഇപ്പം വേറെ ഒന്നുമല്ല, ആ ഡ്രില്ലിംഗ് മെഷീൻ അറ്റ്ലീസ്റ്റ് ഒരു ബോർവെൽ അടിക്കുന്നത്. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കർണാടകയിൽ. അതിപ്പോൾ കമാൻഡ് പെട്ടെന്ന് എത്താൻ പറഞ്ഞു NDRFിൻ്റെ. അപ്പോൾ പുള്ളിയായിട്ട് എനിക്ക് അല്പം വിശ്വാസമുള്ള NDRFിൻ്റെ കമാൻഡിംഗ് ഓഫീസർ മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര വിശ്വാസം. രാത്രി കളക്ടർ അടക്കമുള്ളവരെ കണ്ടില്ല. ഇല്ല കണ്ടില്ല കാണാൻ കഴിയില്ല. ഇത് കിട്ടിയിട്ട് കാണില്ല, കാണാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. കാണാൻ പോകില്ല. അപ്പോൾ അതിനകത്ത് സബ് കളക്ടർ പട്കാലി SDM സബ് കളക്ടർ പുള്ളിക്കാർ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യം NDRF. എനിക്ക് NDRFിന് പറയാൻ കൂടുതൽ താല്പര്യം. എനിക്ക് ഇവിടുത്തെ അതോറിറ്റി വനിക്കാൻ പറഞ്ഞില്ല, ആരും വെറുപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. എനിക്ക് കണ്ടത് ട്രക്ക് എന്താണ് ഇൻസിഡൻറ്റ് എല്ലാവരും പറഞ്ഞു റെസ്ക്യൂ. എനിക്ക് ആ കുടുംബത്തോട് ഒരിക്കലും തുടക്കത്തിൽ പറയാൻ പറ്റത്തില്ല. അർജുൻ പോയിട്ടുണ്ട് റെസ്ക്യൂ. ഞാൻ അറിയുകൊണ്ട് തന്നെ റെസ്ക്യൂ എന്ന് പറഞ്ഞു. എനിക്ക് ആരും വിഷമിക്കാൻ പറ്റില്ല, മനസ്സിലായില്ല. നമ്മൾ റിക്കവറി ആണെങ്കിൽ റെസ്ക്യൂ എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. സ്ത്രീകളാണ് കേൾക്കാൻ പെട്ടെന്ന് ഇതാവും. 7 ദിവസം കഴിയുന്നു. എനിക്ക് ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രം അർജുൻ എന്ന് സംഭവിച്ച് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. എന്താണ് ഹൈഡ് ഔട്ട് ചെയ്യുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെ ഈ പോലീസ് അധികാരി നമ്മളെ അവരുടെ ഒരു വെള്ളം പോലും കുടിക്കുന്ന, അവർ അക്കോമഡേഷൻ എടുക്കുന്നില്ല, അവർ ഫുഡ് പോലും എടുക്കുന്നില്ല. നമ്മൾ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെ അവർ ആകെ അവർക്കൊരു ശല്യം ചെയ്യുന്നില്ല. ആ പ്ലേസിൽ വളരെ എല്ലാ സേഫ്റ്റി ധരിച്ചാണ് നിൽക്കുന്നത്. അവർ പോലീസുകാർ ഉപയോഗിക്കുന്ന സേഫ്റ്റി ആയിട്ടുള്ള മാനേഴ്സും സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ എല്ലാ മാനദണ്ഡം ചെയ്തിട്ടുമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യം ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നദീതീരത്തുള്ള കരഭാഗം തീരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ 100% വിശ്വസിക്കുന്നത്. കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ഇന്ന് ഡ്രില്ലിംഗ് മെഷീൻ ലഭിച്ചാൽ കൃത്യമായി അവിടെ നിന്നും ഇന്ന് വൈകിട്ടോടെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചന ലഭിക്കും എന്ന് തന്നെയാണ്. കാരണം ഈ ഭാഗത്ത് പരിശോധന നടത്തണമെങ്കിൽ അടിയന്തരമായി താഴെ തട്ടിലുള്ള മണ്ണ് പോലും പരിശോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. ആ മണ്ണ് പരിശോധന നടത്തണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇറ്റാച്ചിയോ അല്ലെങ്കിൽ JCB ഉപയോഗിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ളതാണ്.